പറഞ്ഞാൽ അതായത് നിങ്ങളെപ്പോലെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാനും കൂടി വന്നിട്ടാണ് ഇത്രയായത് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നത് പോലെ തന്നെ ഞാനും അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. പക്ഷേ ചെറിയൊരു തിരിക്ക് സാർ പറഞ്ഞതിനുണ്ട്. കാരണം ഞാൻ എവറസ്റ്റ് കൊടുമുടി അറിയില്ല, അതിൻ്റെ ബേസ് ക്യാമ്പിലാണ് ഞാൻ പോകുന്നത്. കാരണം കൊടുമുടി കയറണമെങ്കിൽ അത് വേറെ തന്നെ പ്രാക്ടീസ് സബ്മിറ്റ് ചെയ്യണം, വേറെ തന്നെ മൗണ്ടറിങ് കോഴ്സ് അതൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണക്കാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്, അതിൻ്റെ പേരാണ് ബേസ് ക്യാമ്പ്. അങ്ങനെ പറയുന്നത്. അപ്പോൾ 5364 മീറ്റർ ഉയരത്തിലാണ് ഈ ബേസ്, 17,000 അടി ഉയരത്തിലാണ് ഈ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ തന്നെ നമ്മളൊക്കെ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പ്രചോദനം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞ് നമ്മളെ പ്രായത്തിൽ കേട്ടത് അടുത്ത് വെച്ചിട്ട് ഫിഗറിയൻ സെൻസിങ് അവർ പോയ വഴിയിലൂടെ എനിക്കും പോകണം, എനിക്കും എവറസ്റ്റിനെ നേരിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെയാണ് ആ ആഗ്രഹത്തിൻ്റെ പിറകെ ഞാൻ പോയി. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെ ഞാൻ പരിശ്രമിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് പോയ ആൾക്കാരുടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് സാധാരണക്കാരെ എനിക്കും പോകാൻ പറ്റുന്നുള്ളത്. അങ്ങനെ അതായത് പോകുന്ന വഴി അത്രയും ദുർഘടമാണ്, അത്രയും കഠിനമാണ്. എങ്കിലും കൂടി ഏത് ദുരന്തങ്ങളെയും തരണം ചെയ്ത് അതിനെ അതിജീവിച്ചിട്ട് എനിക്ക് എവറസ്റ്റ് കാണണമെന്നുള്ള ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതാണ് എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു സാധാരണ ഡ്രൈവറാണ്, സാധാരണക്കാരിയാണ്, ഞാൻ വീട്ടമ്മയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള വീട്ടമ്മക്ക് ആ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുക എന്നുള്ളത് ഒരു എന്താ പറയുക, അത്രയും അതായത് നമുക്ക് വിചാരിക്കുന്നതിനപ്പുറത്താണ്. കാരണം പ്രത്യേകിച്ച് ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു പരിശീലനമൊന്നും ഉണ്ടാവാതെയാണ് ഞാൻ എൻ്റെ സ്വന്തം പരിശീലനം കൊണ്ടാണ് ഞാൻ പോയത്. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു മൗണ്ടറി കോഴ്സോ ഒന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് അത് ഇങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചതിന് ശേഷം 4 മണിക്കൂർ സമയം വീട്ടിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുമായിരുന്നു. ആ നടത്തത്തിൽ ഞാൻ ദിവസേന എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. അതാണ് നടത്തം തുടങ്ങി 11 മണിക്ക് അവസാനിക്കുന്നത് അപ്പോഴേക്കും ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ടാവും മനസ്സുകൊണ്ട്. അത്രയും ആഗ്രഹമായിരുന്നു എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകണമെന്നുള്ളത്. അതാണ് എൻ്റെ പ്രചോദനം കാണുന്നത്. അതാണ് പ്രചോദനം ഉണ്ടായിരുന്നത്. നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് മക്കളുടെ വിദ്യാലയത്തിൽ വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അത്രയും സന്തോഷമായിരുന്നു. കാരണം ഞാൻ വേറൊരു സ്കൂളിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് യോഗ ചെയ്യുന്നു, യോഗയിലൂടെ നമ്മളത് പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു സത്യം പറഞ്ഞത്. കാരണം നിങ്ങൾ പറയുന്നത് സംസ്കൃതത്തിലാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കതിൽ ഒറ്റ കാര്യം എനിക്കറിയുന്ന കാര്യം ആ സൂര്യ എന്താ പറയുക ഈനോയോജ പ്രയോഗം എന്താ പറയുക ഗായത്രി മന്ത്രം. അത് മാത്രമേ എനിക്കറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാ മക്കളും പഠിച്ചില്ലേ, അതിൽ വലിയൊരു കയ്യടിയാണ് എനിക്ക് തരാനുള്ളത് കേട്ടോ. അത്രയും നല്ല മനോഹരമായ തോന്നുന്നുണ്ട് അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് ഇഷ്ടം. ഇതുപോലെയുള്ള സാഹസിക യാത്രകൾ വേറെ നടത്തിയിട്ടുണ്ട്. സാഹസിക യാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ മാസം ഒരാഴ്ചയായിട്ട് ഞാൻ പോയി വന്നിട്ട് ചൈന വൻമതിൽ കയറാൻ പോയായിരുന്നു. പക്ഷെ അതൊരു പാക്കേജിൻ്റെ കൂടിയാണ് പോയത്, ഒറ്റക്കല്ല പോയത്. ഒറ്റക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പാക്കേജുകാരാണെങ്കിൽ സ്പോൺസർ വന്നത് കാരണം ഞാൻ അവിടെ ഇവിടെ പോയി. പക്ഷെ ആ ചൈന വൻമതിൽ എന്ന് പറയുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. കടലുണ്ടാവും, ചൈന വൻമതിൽ എടുത്തിട്ടുണ്ടാവും. അത് പണ്ട് നമ്മൾ പഠിച്ചത് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണുന്ന ഒരേ ഒരു സാധനം, ഒരേ ഒരു സംഗതി ചൈന വൻമതിലാണ്. പക്ഷെ അത് തെറ്റായൊരു വ്യാഖ്യാനമായിരുന്നു. കടൽ നോക്കിയാൽ കാണില്ല. പക്ഷേ എങ്കിൽ ചൈന വൻമതിൽ എന്ന് പറയുന്നത് 21,000 മീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇത് മതിലാണ്.
എന്ത് പദ്ധതി ഇങ്ങനെ ഉണ്ട്, പക്ഷെ അതിലൂടെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 നമുക്ക് നേരെ എത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാഹസികത എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കൂടി ഒരു റിസ്ക് ഉള്ളതാണത്. കാരണം മേഖലയിലെത്തുമ്പോൾ അടുത്തുള്ള പ്രശ്നം വരും, നമുക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നം വരും, അങ്ങനെയൊക്കെ ഉള്ളവർ അത് മാത്രമായിരുന്നു. അത് പിന്നെയാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയത്. അത്രത്തോളം വരില്ല കഴിഞ്ഞ മതത്തിലുള്ള കയറുന്നവർ. അതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായത് താരനിലേക്കായിരുന്നു. താരൻ്റെ ഒറ്റയ്ക്ക് പോയതാണ് എൻ്റെ ആത്മവിശ്വാസം കൂടാനുള്ള ഒരു കാരണമായത്. കഴിഞ്ഞ വർഷം ഞാൻ താരത്തിൽ ആദ്യമായിട്ട് വിദേശയാത്ര നടത്തിയത് അതായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോഴാണ് എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിലും ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അത് അത്ഭുതപ്പെട്ട് പിന്നെ എവറസ്റ്റ് ഇനി ഒറ്റക്കാ നമുക്ക് കുഴപ്പമില്ല. അതായത് ഞാൻ ഓഫ് സീസണിലാണ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. ഭയങ്കര തണുപ്പാണ്. ഞാൻ പറഞ്ഞു -24 ഡിഗ്രിയാണ് അവിടുത്തെ തണുപ്പ് പറഞ്ഞത്. ഏറ്റവും ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ അത്രയും തണുപ്പാണ്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചത് ഇത്രയും തണുപ്പത്ത് ഒറ്റയ്ക്ക് പോകണോ, ഇത്രയും റിസ്ക് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അതായത് ഞാൻ പോയാൽ തിരിച്ചു വരുന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. സത്യമാണ്. ഞാൻ വന്ന് പോയാൽ പോയി. ആ ഒരു ഇതിലാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ എൻ്റെ മക്കളാണ് എൻ്റെ ഫുൾ